സ്നേഹരാഗം മീട്ടിടും മണിവീണയാണു നീ, സ്നേഹകീർത്തനധാര ചൊരിയും നാദമാണു നീ. പ്രശോഭവിതറും താരമാണു നീ, സ്നേഹശീതളമാരി ചൊരിയും മേഘമാണു നീ. നന്മ നിറഞ്ഞവളെ മേരി നിർമ്മല കന്യകേ, വന്ദനം പാടി വണങ്ങിടുന്നു നിൻ തിരുസന്നിധി. നന്മ നിറഞ്ഞവളെ മേരി നിർമ്മല കന്യകേ, വന്ദനം പാടി വണങ്ങിടുന്നു നിൻ തിരുസന്നിധി, നിൻ തിരുസന്നിധി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിൻ്റെ മഹിമ പ്രാപിപ്പാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു. പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്തുതിയായിരിക്കട്ടെ. വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 6ാം നാൾ. ഞാൻ ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മാത്രമല്ല എൻ്റെ ആത്മീയ വളർച്ചയ്ക്കുമായിട്ട് നടത്തുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഇതിനെ ഇങ്ങനെ ഒറ്റ ചരടിൽ കോർത്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അത് വിജയിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ മേല. എന്നാലും ഇന്നലത്തെ ടോക്കുമായിട്ട് കണക്ട് ചെയ്ത് ഇതുമായിട്ട് കണക്ട് ചെയ്ത് അടുത്ത ടോക്ക്, അങ്ങനെ മുഴുവൻ ഒറ്റ കഥ പോലെ പറയുക എന്നുള്ളതല്ല, മറിച്ച്
നമ്മുടെ യാത്രയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് വളരുന്ന ഒരു അനുഭവം ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ ചിന്തിച്ചത് എന്തായിരുന്നു? ഇന്നലെ നമ്മൾ ചിന്തിച്ചത് മറ്റുള്ളവരുടെ ആനന്ദത്തിൽ പങ്കുപറ്റണം. ഒന്ന്, നമ്മൾ ആനന്ദം ഷെയർ ചെയ്യണം, പങ്കുവയ്ക്കണം. അത് പിന്നെയും കുഴപ്പമില്ല ഞാൻ തോന്നുന്നത്. അതായത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്ക് പേഴ്സണലിയും അത് പിന്നെയും കുഴപ്പമില്ല. അതായത് ദൈവാനുഗ്രഹത്തിൻ്റെ ആനന്ദമുള്ളവർക്ക് അത് പങ്കുവയ്ക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയ കുഴപ്പമില്ല. പക്ഷേ അത് പറ്റിയാലും മറ്റേതല്പം പാടാണ്. മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ, അവരുടെ മെച്ചപ്പാടുകളിൽ, അവരുടെ നേട്ടങ്ങളിൽ ഒക്കെ സന്തോഷിക്കാൻ, ശരിക്കും പറഞ്ഞാൽ അങ്ങനൊരു ഗിഫ്റ്റ് അത് പരിശുദ്ധ അമ്മയുടെ ശക്തിയേറിയ മാധ്യസ്ഥ്യം വഴി, അവൾ നൽകുന്ന മാതൃക വഴി നമുക്ക് വാങ്ങിച്ചെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതെന്ന് വെച്ചാൽ നമുക്കിത് ഭയങ്കര പാടാണ്. ഏതാണ് ആ പാപം? ആ പാപത്തെയാണ് നമ്മൾ ഇന്ന് അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. അങ്ങനൊരു പാപത്തെ മനസ്സിലാക്കണം. കാരണം നമ്മൾ ഓരോ കെട്ട് അഴിച്ചഴിച്ച് നമ്മളെ തന്നെ മെനയാക്കിക്കൊണ്ടിരിക്കുക, വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനൊരു പാപം നമ്മുടെയൊക്കെ അകത്ത് കിടപ്പുണ്ട്. അങ്ങ് താഴെ വേരുപോലത്തെ പാപം കിടപ്പുണ്ട്. ഇങ്ങനൊരു പാപം നിയമാവർത്തന പുസ്തകത്തിലൊരു സൂചനയുണ്ട്. നിയമാവർത്തനം 29:18 കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിൻ്റെ വേരിനെ സൂക്ഷിച്ചോണമെന്ന്. എന്നുവെച്ചാൽ നമ്മുടെ ശ്രദ്ധ മുഴുവൻ കായകനികളിലാണ്, ഫലങ്ങളിലാണ് ശ്രദ്ധ. നല്ല വാക്ക് പറയണം, അതിനെക്കുറിച്ച് നമ്മൾ നാളെ മറ്റന്നാൾ ചിന്തിക്കും. പക്ഷെ എന്നാലും നമ്മൾ ഈ പുറമേയുള്ള കാര്യങ്ങളൊക്കെ നന്നാക്കി എടുക്കാൻ നോക്കും. പക്ഷേ പുറമേ അധികം കാണാത്ത ചില പാപങ്ങളുണ്ട്. പുറമേ കാണത്തില്ല, ഇതെല്ലാം അകത്ത് അങ്ങ് വേര് പോലെ കിടക്കുകയാണ്. മണ്ണിൻ്റെ അടി കിടക്കുന്ന പാപമാണ് വേര് പോലത്തെ പാപം. അത്തരമൊരു പാപമുണ്ട്. ആ പാപം നമ്മളെ തടയും. എന്തിന്? മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കുന്നതിന്, അവരെക്കുറിച്ച് നല്ലത് പറയുന്നതിന്, അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് ഒക്കെ നമ്മളെ തടയുന്ന പാപം, വേരു പോലത്തെ ഒരു കെട്ട പാപം. ഏതെന്നറിയാമോ ആ പാപം? അതിനെക്കുറിച്ച് ഞാൻ എപ്പോഴോ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു സന്ദേശം. ആ പാപം അപകടം പിടിച്ച പാപം, നമ്മളെ തകർത്ത് കളയുന്ന പാപം, നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ സന്തോഷത്തെയും കാറും തിന്നുന്ന ക്യാൻസർ പോലത്തെ പാപം. ഇന്ന് സഭയെ തന്നെ, അങ്ങനെയും പറയാം, പരിശുദ്ധ സഭയെ തന്നെ തകർക്കാൻ കെൽപ്പുള്ള പാപം, നമുക്കിടയിൽ സഭയ്ക്കുള്ളിൽ ഒക്കെ ഉള്ള അപകടം പിടിച്ചൊരു പാപം. എന്നറിയാം ആ പാപം? വേരുപോലത്തെ ആ പാപത്തിൻ്റെ പേരാണ് അസൂയ. കെട്ട പാപമാണ്. അതുകൊണ്ട് എന്നോടൊപ്പം ഈ വിമല ഹൃദയ പ്രതിഷ്ഠയിൽ പങ്കുപറ്റുന്ന നിങ്ങൾ എങ്ങനെങ്കിലും, നമ്മൾ പറയത്തില്ലേ, ചത്ത് കിടന്നിട്ടാണെങ്കിലും ഈ പാപത്തിൽ നിന്ന് വിമുക്തി പ്രാപിക്കണം. ഇത് നമ്മളെ ഇല്ലാണ്ടാക്കി കളയും ഈ പാപം. ശരിക്കും നമ്മൾ ഇന്ന് ചെയ്തു പോകുന്ന ഒരുപാട് പാപങ്ങളുടെ റൂട്ട് കോസ്, വേര് പോലത്തെ കാരണം ഈ പാപമാണ്. ഉദാഹരണത്തിന് ആദ്യത്തെ പാപം എന്താ? കേട്ടിരിക്കുന്നവർക്ക് ഉത്തരം പറയാൻ കേട്ടോ. വീട്ടിലൊക്കെ 2-3 പേർ ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ ഉത്തരം പറഞ്ഞു. ആദ്യത്തെ പാപം ഏതാ? നമ്മൾ പറയുന്ന ആദ്യ പാപം ഏതാണ്? ആദ്യത്തെ പാപം നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതും പറയുന്നതും സ്വാഭാവികം, അത് തന്നെ ശരിയാണത്. ഏതാണത്? നമ്മൾ പറയുന്ന ആദ്യത്തെ പാപം അനുസരണക്കേടാണ്, അല്ലേ? ദൈവത്തോട് ആദ്യ മാതാപിതാക്കൾ കാട്ടിയ അനുസരണക്കേടാണ് ആദ്യത്തെ പാപം നമ്മൾ പറയുന്നു. പക്ഷെ ശരിക്കും ഉണ്ടല്ലോ, ശരിക്കും ആദ്യത്തെ പാപം അസൂയ. ആദ്യത്തെ പാപം അസൂയാണ്. ആരോടുള്ള അസൂയ? പിശാചിന് ദൈവത്തോട് തോന്നിയ അസൂയ. ആ അസൂയെ ആരിലേക്ക് ഇൻജക്റ്റ് ചെയ്തു? ആ അസൂയെ ഹൗവായിലേക്ക് ഇൻജക്റ്റ് ചെയ്തപ്പോൾ അത് അനുസരണക്കേടായിട്ട് മാറി. ഇതാണ് ഈ പാപത്തിൻ്റെ അപകടം. അസൂയ അപകടം പിടിച്ച പാപമാണ്. ഇവിടെയാണ് പരിശുദ്ധ അമ്മയെ നമ്മൾ കണ്ടു പഠിക്കേണ്ടത്. ഇളയമയായ എലിസബത്തിന് ഒരു സന്തോഷമുണ്ടായി, ഒരാനന്ദമുണ്ടായെന്നറിയുമ്പോൾ ഓടിപ്പോയി ആനന്ദത്തിൽ പങ്കുപറ്റാൻ പറ്റുന്ന മനസ്സ്, അസൂയയില്ലാത്ത മനസ്സ്, അത് വാങ്ങിച്ചെടുക്കണം. രണ്ടാമത്തെ പാപം എന്താ? രണ്ടാമത്തെ പാപം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്, രണ്ടാമത്തെ പാപം കൊലപാതകം എന്നാണ്. ശരിയാണ്, കായേൻ ആബേലിനെ കൊന്നതാണ് രണ്ടാമത്തെ പാപം. പക്ഷെ ആ പാപത്തിന്റെ വേരെന്താ? ആ പാപത്തിന്റെ വേരും ഇത് തന്നെയല്ലേ? അസൂയ. അസൂയ അകത്ത് കയറിയാൽ പിന്നെ നമ്മൾ നല്ലതൊന്നും പുറത്തേക്ക് വരില്ല. പിന്നെ നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് പാപത്തിൻ്റെ കനികളായിരിക്കും. അത് അനുസരണക്കേടാകും, അത് കൊലപാതകമാകും, അത് പരദൂഷണമാകും, അത് കുറ്റം പറച്ചിൽ, കെട്ടവാക്ക്, അതെല്ലാം വരും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള ദൈവജനമേ, ഈ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുമ്പോൾ ഈ ദിവസം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം
ഈ പാപത്തെ പറിച്ചു മാറ്റണം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കണം. അമ്മേ, മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ സന്തോഷിക്കാൻ നിനക്കുണ്ടായിരുന്ന ആ മനസ്സുണ്ടല്ലോ, ആ മനസ്സിൻ്റെ പങ്ക് ഞങ്ങൾക്ക് തരണേ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കണം. ബൈബിളിലെ മറ്റൊരു രംഗം ഞാൻ പറയാം. ഇപ്പം ഞാനിത് പറയുമ്പോൾ എൻ്റെ മുമ്പിലൊക്കെ ക്യാമറകളാണ്. അപ്പോൾ ഈ ക്യാമറകളുടെ കണ്ണിലൂടെ നമുക്കൊരു രംഗം പറയാം. അതായത് ഇസ്രായേൽ, അവരുടെ ആദ്യത്തെ രാജാവിൻ്റെ പേരെന്താ? ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവിൻ്റെ പേര് സാവൂൾ. അപ്പോൾ സാവൂൾ ഇസ്രായേൽ സൈന്യവുമായി പോയി ഒരു യുദ്ധം ചെയ്തു. പക്ഷേ ഇസ്രായേൽ തോറ്റമ്പി നിൽക്കുന്നൊരു യുദ്ധം. ആരാണത്? ആരുമായിട്ടാണ് ആ യുദ്ധം? ഫിലിസ്തീനുമായിട്ട് യുദ്ധം ചെയ്തു. ഫിലിസ്തീനിൽ ആര് നിപ്പുണ്ട്? ഗോലിയാത്ത് നിപ്പുണ്ട്. ആജാനുബാഹുവായ ഗോലിയാത്ത്. അവനെ ഭയന്ന് ഇസ്രായേൽ സൈന്യം മുട്ടിടിച്ച് നിൽക്കുന്ന കാഴ്ച. ഈ ഗോലിയാത്താകട്ടെ ഇസ്രായേലിന്റെ ദൈവത്തെ അസഭ്യം പറയുകയാണ്. ഇത് കേട്ട് ഒരു ഇടയച്ചെറുക്കൻ നടന്നു കയറി വരുന്നു. അവന്റെ പേരാണ് ദാവീദ്. ദാവീദ് ചോദിച്ചു, ഇസ്രായേലിന്റെ ദൈവത്തെ അസഭ്യം പുലമ്പാൻ ഇവൻ ആരധികാരം കൊടുത്തു? ദാവീദ് യുദ്ധം ചെയ്യാൻ ഇറങ്ങാൻ പോവാണ്. സാവൂൾ അവനെ പടച്ചട്ടേക്ക് അണിയിച്ചു കഴിഞ്ഞപ്പോൾ 2 സ്റ്റെപ്പുകൾ നടക്കാൻ വയ്യ, എല്ലാം അഴിച്ചു മാറ്റി. എന്നിട്ട് ദാവീദ് അവൻ്റെ ആയുധമായ കവണയും 5 കല്ലും എടുത്ത് അങ്ങോട്ട് കയറി ചെന്ന് ഒരു കല്ലെടുത്ത് കവണയിൽ വെച്ച് ചുഴറ്റി ഒരു ഏറ് കൊടുത്തു. കൃത്യം ഗോലിയാത്തിന് നെറ്റിക്ക് പതിച്ചു. ഗോലിയാത്ത് എന്ന മല്ലൻ നിലം പതിച്ചു. ഇസ്രായേല് യുദ്ധം ജയിച്ചു. ഇനിയാണ് രംഗം. യുദ്ധം ജയിച്ച ഇസ്രായേൽ സൈന്യം രാജാവിനോടൊത്ത് ഇസ്രായേൽ ദേശത്തേക്ക് പ്രവേശിക്കുകയാണ്. രാജകീയ പ്രവേശമാണ്. അപ്പോൾ അവിടുത്തെ സ്ത്രീകളും കുട്ടികളുമൊക്കെ പാട്ട് പാടാൻ തുടങ്ങി. എന്താണ് പാട്ടിൻ്റെ ആദ്യത്തെ വരി? സാവൂൾ ആയിരങ്ങളെ കൊന്നു. ഈ സാവൂൾ ആയിരങ്ങളെ കൊന്നുവെന്ന് പാടുമ്പോൾ ക്യാമറ ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയാണ്? ക്യാമറ ഫോക്കസ് ചെയ്യേണ്ടത് ഈ സാവൂളിൻ്റെ മുഖത്ത് ഫോക്കസ് ചെയ്യണം. സാവൂൾ ആയിരങ്ങളെ കൊന്നു. അപ്പോൾ സാവൂളിൻ്റെ മുഖത്ത് എന്താണ്? സാവൂളിൻ്റെ മുഖത്ത് വലിയ അഭിമാനം, സന്തോഷം, അഹങ്കാരം, അങ്ങനെയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അടുത്ത ലൈൻ, പാട്ടിൻ്റെ അടുത്ത ലൈൻ എന്താണത്? ദാവീദ് 10,000 കൊന്നു. ദാവീദ് 10,000 കൊന്നുവെന്ന് പറയുമ്പോൾ ക്യാമറ എങ്ങോട്ട് പോകണം? നിങ്ങൾ പറയരുത് ക്യാമറ ദാവീദിൻ്റെ മുഖത്തേക്ക് പോകണമെന്ന്. ക്യാമറ ദാവീദിൻ്റെ മുഖത്തേക്ക് പോകരുത്. ക്യാമറ ഈ സാവൂളിൻ്റെ മുഖത്ത് ടൈറ്റായിട്ട് വെക്കണം. അപ്പം നമ്മൾ ആ കാഴ്ച കാണും. ബലൂണിൻ്റെ കാറ്റ് പോയതുപോലെ സാവൂളിൻ്റെ സന്തോഷമൊക്കെ പോകും നമ്മൾ കാണും. എന്താ പറ്റിയത്? എനിക്ക് അവർ 1000 തന്നു, ദാവീദിന് അവർ 10,000 കൊടുത്തു. മറ്റുള്ളവർക്കുണ്ടാകുന്ന സന്തോഷങ്ങൾ നമ്മുടെ സന്തോഷങ്ങളെ കെടുത്തിക്കളയുന്ന കാഴ്ചയുടെ നല്ല ഉദാഹരണമാണ് സാവൂള്. പിന്നെ ഈ സാവൂളിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. എന്താ ലക്ഷ്യം? എങ്ങനെയെങ്കിലും ദാവീദിനെ കൊല്ലണം. ഈ അസൂയ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നത്തെ നമ്മുടെ ലക്ഷ്യം മുഴുവതായിരിക്കും, മറ്റുള്ളവരെ കൊല്ലണം. അതിന് നമ്മൾ കഥകൾ പറഞ്ഞു പരത്തും, ഗോസിപ്പുകൾ ഉണ്ടാക്കും. നമ്മൾ ഈ പറയുന്ന പല കുറ്റം പറച്ചിലുകളുടെയും അടിസ്ഥാന കാരണം ശരിക്കും അവർക്ക് കുറ്റമുണ്ടായിട്ടാണോ അതോ എനിക്ക് അവരോട് അസൂയ ഉള്ളത് കൊണ്ടാണോ? ഇത് ചോദിക്കുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാകും. അതാ ഞാൻ പറഞ്ഞത്, ഈ അസൂയ അപകടം പിടിച്ച പാപമാണ്. പരിശുദ്ധ അമ്മയിൽ ഒട്ടുമില്ലാതിരുന്ന കറയാണത്. എന്ത്? അസൂയ. മറ്റുള്ളവരുടെ നന്മകളിൽ സന്തോഷിക്കാൻ പരിശുദ്ധ അമ്മയ്ക്ക് എപ്പോഴും കഴിഞ്ഞിരുന്നു. നമുക്ക് ആ ഗിഫ്റ്റ് ചോദിച്ചു മേടിക്കണം. ഇത് 2 ടൈപ്പ് അസൂയ ഉണ്ടോ ഞാനിങ്ങനെ പറയാറുണ്ട്. എന്താ അറിയാമോ? ഒന്നാമത്തെ ടൈപ്പ് അസൂയ, അതിന് പറയാവുന്നത് എ കൈൻഡ് ഓഫ് കൺസ്ട്രക്റ്റീവ് ജലസി. ഒരു നല്ല വീട് നമ്മൾ കണ്ടു. നല്ല വീട് കണ്ടപ്പോൾ നമ്മൾ ഒന്നാമത് പറയുകയാണ് അവൻ്റെ വീട് കൊള്ളാം. അവൻ്റെ വീട് കൊള്ളാം. രണ്ടാമത് നമ്മൾ പറയുന്നു എൻ്റെ വീട് അത്ര പോരാ. പ്രമിസ് എന്ന് പറയും. ഇതാണ് പ്രമിസ്. എന്തൊക്കെയാണ്? 1 അവൻ്റെ വീട് കൊള്ളാം, 2 എൻ്റെ വീട് അത്ര പോരാ, 3 കൺക്ലൂഷൻ. അപ്പോൾ ഇതുകൊണ്ട് നീ എന്താ തീരുമാനം എടുക്കാൻ പോകുന്നത്? കൺസ്ട്രക്റ്റീവ് ജലസി ആണെങ്കിൽ, കൊള്ളാവുന്ന അസൂയാണെങ്കിൽ, അങ്ങനെ ഒരു വാക്കില്ല എന്നാലും കൊള്ളാവുന്ന അസൂയാണെങ്കിൽ നമ്മൾ ചിന്തിക്കും, ഒരു ദിവസം ഞാനും അതുപോലത്തെ ഒരു വീട് പണിയും, ഇത് കൊള്ളാം, ഇത് നല്ല കാര്യമാണ്. എന്നുവെച്ചാൽ അവൻ്റെ വീട് കൊള്ളാം, എൻ്റെ വീട് പോരാ, ഒരു ദിവസം ഞാൻ അതുപോലെ വീട് പണിയാം, നല്ല കാര്യം. മറ്റതുണ്ട് തകർക്കുന്ന അസൂയ. എന്നറിയാമോ? ഇതുപോലെ തന്നെയാണ്. 1 അവൻ്റെ വീട് കൊള്ളാം, 2 എൻ്റെ വീട് അത്ര പോരാ, 3 അവൻ ആ വീട്ടിൽ അങ്ങനെ സുഖിച്ച് കിടക്കണ്ട. എന്ത്? എനിക്ക് നല്ല വീടില്ലാത്തത് കൊണ്ട് അവൻ അങ്ങനെ ആ വീട്ടിൽ സുഖിച്ച് കിടക്കണ്ട. അപ്പം നമ്മൾ പതുക്കെ കഥ ഉണ്ടാക്കാൻ തുടങ്ങും. അവന് കാശൊക്കെ വന്നെങ്ങനെന്നൊക്കെ നമുക്കറിയാം. നമുക്കൊന്നും അറിയാൻ മേല, പക്ഷെ നമ്മൾ പറയും അതെങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് എന്ന് വെച്ചാൽ അവനെ അവിടെ സമാധാനത്തിൽ കിടക്കാൻ നമ്മൾ സമ്മതിക്കില്ല. ഇതിൻ്റെ കാരണം എന്താ? അസൂയ.
അതുകൊണ്ട് ഇത് കെട്ട പാപമാണ്, ഇത് കെട്ട പാപമാണ്. ഇതിനെ പൊളിച്ചെഴുതണം, ഇതിനെ ഉരിഞ്ഞു മാറ്റണം എൻ്റെ പ്രിയമുള്ള ദൈവജനമേ. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഹോംവർക്ക്, നിങ്ങൾക്ക് അസൂയ തോന്നിയ ചില ആൾക്കാരില്ലേ എന്ന് വെച്ചാൽ അവരുടെ വീട് കൊള്ളാം, പക്ഷേ നമുക്ക് അവരോടത് പറയാൻ ഭയങ്കര മടിയാണ്, അസൂയ കാരണം. അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെടുത്ത ഒരു സാരി കൊള്ളാം, പക്ഷെ അത് പറയാൻ അങ്ങോട്ട് മടിയാണ്. ഇനി പറഞ്ഞെങ്കിൽ തന്നെ 4 പേരോട് കുറ്റം പറഞ്ഞിട്ടുമുണ്ട്. ചിലരങ്ങനെയുണ്ട്, അവരാണ് ഇതിൽ അപകടകാരികൾ. എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് ഒരു ഫംഗ്ഷന് കുറച്ച് പേര് കുറച്ച് ചേട്ടത്തിമാർ 5-6 ചേട്ടത്തിമാരൊക്കെ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നു, നല്ല സാരിയെ കൊടുത്ത് നിൽക്കുന്നു. അപ്പോൾ ഒരു ചേട്ടത്തിയുടെ നല്ല പകിട്ടുള്ള സാരി കണ്ടിട്ട് മറ്റേ ചേട്ടത്തി പറയുകയാണ്, അയ്യോ നന്നായിരിക്കുന്നു കേട്ടോ, നല്ല സാരിയാണ്, നന്നായിരിക്കുന്നു. എന്നിട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് പറയുകയാണ്, എന്നെ തൈ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്, ഇതുപോലത്തെ വേഷം കെട്ടലാണ്, ഇതെന്നാ ഇപ്പോൾ സംഭവിച്ചേ. അതായത് അവർക്ക് തോന്നൽ കൊടുത്തു, ഞങ്ങൾക്കൊരു അസൂയയില്ല, എല്ലാം നന്നായിരിക്കുന്നു. എന്നിട്ട് ഇപ്പുറത്ത് നമ്മൾ വിഷം തുപ്പി തുടങ്ങുക. ഇതൊക്കെ നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അസൂയ എന്ന ഈ വലിയ പാപത്തെ ഉരിഞ്ഞു മാറ്റണം നമുക്ക്. അതിനെന്താ ചെയ്യേണ്ടത്? അതിന് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ ആ പഴയ സാവൂളിലേക്കും ദാവീദിലേക്കും പോകണം. നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും നോക്കുകയും. ദാവീദിന്റെ പുറകെ ജനം മുഴുവൻ പോയപ്പോൾ സാവൂളിന് അസൂയ തോന്നി. ശരിക്കും ദാവീദിനോട് അസൂയ തോന്നാൻ എല്ലാ അവകാശമുള്ളത് ആർക്കാ? ആ പേര് പറയാമോ? എന്നുവെച്ചാൽ ജനം മുഴുവൻ ദാവീദിന്റെ പുറകെ പോകുന്നു, സാവൂൾ രാജാവിന് അസൂയ തോന്നുന്നു. ശരിക്കും ദാവീദിനോട് അസൂയ തോന്നാൻ എല്ലാ അവകാശമുള്ള വേറൊരു കക്ഷിയുണ്ട്. ആർക്കാണത്? അയാളുടെ പേരാണ് ജോനാഥൻ. കാരണം അയാളാണ് അനന്തരാവകാശി, സാവൂളിൻ്റെ മകൻ. അവന് വേണം ഇനി രാജ്യം കിട്ടാൻ. പക്ഷേ അതേ എല്ലാവരും ദാവീദിൻ്റെ പുറകെ പോകുന്നു. എന്നിട്ടും ജോനാഥന് ഒരല്പം പോലും അസൂയയില്ല. ആരോട്? ദാവീദിനോട്. എന്താ കാര്യം? അവർക്കിടയിൽ നിഷ്കളങ്ക സൗഹൃദമുണ്ട്, നിർമ്മല സ്നേഹമുണ്ട്. അവർക്കിടയിൽ നിഷ്കളങ്ക സ്നേഹവും നിർമ്മല സൗഹൃദവുമുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നമുക്കിടയിൽ ഇപ്പോഴും അസൂയ ഉണ്ടെങ്കിൽ ഇറ്റ് പ്രൂവ്സ് ദാറ്റ്, അത് തെളിയിക്കുകയാണ് നമുക്കിടയിൽ സ്നേഹമില്ല, നമുക്കിടയിൽ ശുദ്ധ സൗഹൃദമില്ല. കാണുമ്പോൾ കെട്ടിപ്പിടിക്കും ചിരിക്കുമെങ്കിലും നമുക്കിടയിൽ നിർമ്മല സ്നേഹമില്ല. നിർമ്മല സ്നേഹമുള്ളിടത്ത് അസൂയക്കിടമില്ല. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നിർമ്മല സ്നേഹമുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവർ സന്തോഷങ്ങളിൽ സന്തോഷിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ആ ഭാവം പഠിച്ചെടുക്കണം, ആ സുഹൃതം പഠിച്ചെടുക്കണം. അതുകൊണ്ട് ഇന്ന് ഞാൻ തരുന്ന ഹോംവർക്ക്, നമുക്ക് അസൂയ തോന്നിയ ആരെങ്കിലും നമുക്ക് ഫോൺ ചെയ്തിട്ട് പറയണം, നന്നായിരിക്കുന്നു കേട്ടോ, നന്നായിരിക്കുന്നു. അതിപ്പോൾ വീടാണെങ്കിൽ വീട്, കൊച്ചിന് കിട്ടിയ മാർക്കാണെങ്കിൽ അങ്ങനെ, അവർക്ക് കിട്ടിയൊരു ജോലിയാണെങ്കിൽ അങ്ങനെ, നല്ല വാക്ക് പറഞ്ഞു തുടങ്ങണം. നല്ല വാക്ക് പറഞ്ഞു, അത് പതുക്കെ നമ്മുടെ അസൂയയെ ബ്രേക്ക് ചെയ്യും. നല്ല വാക്ക് പറയണം. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഹോംവർക്ക്, പരസ്പരം നല്ല വാക്കുകൾ പറയണം. പരസ്പരം നല്ല, അതായത് അഭിനന്ദനം അറിയിക്കണം, ആശംസകൾ അറിയിക്കണം. അതാണ് ഈ നല്ല വാക്ക്. ചുമ്മാ സുഖപ്പേരി വർത്തമാനമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മറിച്ച് മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങളെ അഭിനന്ദിച്ച് സംസാരിക്കണം. ഇതാണ് കൃത്യം പറഞ്ഞാൽ ഇങ്ങനെ ആ സെൻറ്റൻസ് നിങ്ങൾ ഫോർമുലേറ്റ് ചെയ്തു. ഇന്നത്തെ ഹോംവർക്ക്, മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങളെ അഭിനന്ദിച്ച് സംസാരിക്കണം. അതിനുവേണ്ടി പഴയ കുറേ കടം കിടപ്പുണ്ട്, പറയാൻ വിട്ടുപോയത്, മനഃപൂർവ്വം മാറ്റിവെച്ചത് ഒന്ന് ഫോൺ ചെയ്തോ, അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോൾ പറഞ്ഞോ. അങ്ങനെ മറ്റുള്ളവർ നന്മകളെ അഭിനന്ദിച്ച് പറയാൻ ഉള്ള തീരുമാനമെടുത്ത് ദിവ്യകാരുണ്യ സന്നിധിയിൽ ഈ നിയോഗം വെച്ച്, കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഏതൊക്കെയോ മൂലകളിൽ അസൂയയുടെ ഈ കെട്ട പാപത്തിൻ്റെ കറകൾ ഇനിയും അടിഞ്ഞു കിടപ്പുണ്ട്. കർത്താവേ, അത് മാറ്റി ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ദിവ്യകാരുണ്യ ആരാധനയ്ക്കായി നമുക്ക് മുട്ടുമേൽ നിൽക്കാം. ആമേൻ. ഇന്നത്തെ പ്രവൃത്തി, മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങളെ അഭിനന്ദിച്ച് സംസാരിക്കുക. എന്നാശ്രയം നീ, എന്നാലംബം നീ, എന്നഭയവും നീയല്ലോ. എന്നാനന്ദം നീ, എന്നാശ്വാസം നീ, എന്നാത്മദാഹം നീയല്ലോ. എന്നാനന്ദം നീയേ, എന്നാ
യേശുവേ രക്ഷക, നീ എൻ സർവസ്വവും നാഥാ. യേശുവേ രക്ഷക, നീ എൻ സർവസ്വവും നാഥാ. യേശുവേ രക്ഷക, നീ എൻ സർവസ്വവും നാഥാ. ഈശോയെ, നിരവധിയായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങളെ നിരന്തരം നിറയ്ക്കുന്നവനെ, നിനക്ക് ആരാധന. ഈശോയെ, ഞങ്ങൾ ഇന്ന് കേട്ടത് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾ പറിച്ചു മാറ്റേണ്ട ഒരു പാപ വേരിനെ കുറിച്ച്, ഒരു വിഷവേര്. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന നിരവധി പാപങ്ങൾക്ക് മൂല കാരണമായ ഒരു വിഷവേര്. കർത്താവേ, ഈ പാപത്തിൽ നിന്ന് ഞങ്ങളെ വിമുക്തരാക്കണമേ. അസൂയ എന്ന ഈ ഘോര പാപത്തിൽ നിന്ന് കർത്താവേ ഞങ്ങളെ നീ വിടുവിക്കണമേ എന്ന് ദൈവജനമേ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. തിരിച്ചറിവോടെ നമുക്ക് ഏറ്റുപറയാം, ഈശോയെ, ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഈ പാപം ഞങ്ങളിലുണ്ടെന്ന് എളിമയോടെ തിരുസന്നിധിയിൽ ഏറ്റുപറയാം. ഈശോയെ, പരിശുദ്ധ അമ്മ, അവൾ മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ സന്തോഷിച്ചതുപോലെ ഞങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് നന്മ ഭവിക്കുമ്പോൾ സന്തോഷിക്കാൻ തക്കവിധ കാര്യങ്ങളുണ്ടാകുമ്പോൾ മനസ്സു നിറഞ്ഞ് ഞങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. കർത്താവേ, ഈശോയെ, അസൂയ എന്ന പാപവേര് ഞങ്ങളുടെ ഹൃദയത്തിൽ എവിടെയോ ഞങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ട്. ഈശോയെ, മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന നന്മകൾ നിന്റെ അനുഗ്രഹമാണെന്ന് തിരിച്ചറിഞ്ഞ് അവരോട് ചേർന്ന് നിനക്ക് നന്ദി പറയാൻ തക്കവിധം ഞങ്ങളിൽ വിശുദ്ധി ഉണ്ടാകട്ടെ. കർത്താവേ, മറ്റുള്ളവരെ കുറിച്ച് ഞങ്ങൾ പറയുന്ന കുറ്റങ്ങളിലേറെയും ഞങ്ങൾ പറഞ്ഞു പരത്തുന്ന പരദൂഷണങ്ങളിലേറെയും ശരിക്കും അവരിൽ കുറ്റമുള്ളത് കൊണ്ടല്ലെന്നും മറിച്ച് അവർക്കുള്ളത് പലതും ഞങ്ങൾക്കില്ലാത്തത് കൊണ്ട് ഞങ്ങളിലുണ്ടായ അസൂയ പുറത്തേക്ക് വമിക്കുന്നതാണെന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, അസൂയ മൂലം കായേൻ ആബേലിനെ കൊന്നു. കർത്താവേ, ഇന്നും അതുതന്നെയാണ് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പലരോടും ഞങ്ങൾക്ക് അസൂയ തോന്നുന്നു, പിന്നെ കൊലപാതകത്തിലേക്ക് ഞങ്ങൾ നടന്നെടുക്കുകയാണ്. ഞങ്ങളുടെ വാക്കുകളാലെ, ഞങ്ങളുടെ ചില ചെയ്തികളാലെ അവരെ ഞങ്ങൾ കൊന്നൊടുക്കുകയാണ്. കർത്താവേ, അസൂയ എന്ന ഈ ഘോരപാപത്തെ, ഈ നീചപാപത്തെ ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാൻ കൃപയുണ്ടാകണമേ. മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ മനസ്സു നിറഞ്ഞ് സന്തോഷിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഈശോയെ, എപ്പോഴും മറ്റുള്ളവരുടെ സന്തോഷങ്ങളിലേക്ക് നോക്കി അതിൽ അസൂയപ്പെടാൻ ഞാൻ ശ്രദ്ധ ചെലുത്തുമ്പോൾ ഞാൻ മറന്നു പോകുന്നത് എനിക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ ഞാൻ സൗകര്യപൂർവ്വം വിസ്മരിച്ചു പോവുകയാണ്. എൻ്റെ ജീവിതത്തിലേക്ക് നീ ചൊരിയുന്ന ദാനങ്ങളെ നോക്കാൻ ശ്രദ്ധിക്കാൻ പറ്റാത്ത വിധം എൻ്റെ കണ്ണ് മറ്റുള്ളവരിലേക്ക് ആയിപ്പോകുന്നു. കർത്താവേ, എനിക്ക് ലഭിച്ച നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാൻ, എനിക്ക് ലഭിച്ച താലന്തുകൾ, കഴിവുകൾ എന്നാലാകുന്ന വിധം മെച്ചപ്പെടുത്താൻ കർത്താവേ എനിക്ക് കഴിയട്ടെ. മറ്റുള്ളവരുടെ നന്മകളിൽ അസൂയപ്പെടാതെ, അവരെ തകർക്കാൻ ശ്രമിക്കാതെ, എന്നാലാകുന്ന വിധം ചുറ്റുമുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ, അവരെ ഓർത്ത്
കർത്താവേ, നിനക്ക് നന്ദി പറയാൻ തക്കവിധം എന്നെ നീ വിശുദ്ധീകരിക്കണമേ. ഇത് വിശുദ്ധിയുടെ അടയാളമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ സന്തോഷിക്കാൻ പറ്റുന്നത് വിശുദ്ധിയുടെ അടയാളമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. കർത്താവേ, എന്നെ വിശുദ്ധീകരിക്കണമേ. കർത്താവേ, അസൂയയുടെ പൊട്ടും പൊടിയും പോലും എന്നിൽ ബാക്കിയില്ലാത്ത വിധം നീ എന്നെ വിശുദ്ധീകരിക്കണമേ കർത്താവേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. Sanctify me, oh God, cleanse my body, mind and soul, purify me and make me whole. Sanctify me, oh God, cleanse my body, mind and soul, purify me and make me whole. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. ഈശോയെ, എന്നിൽ നിന്നും വമിക്കുന്ന അസൂയയുടെ വിഷക്കാറ്റേറ്റ് ഇനി ആരും വാടിപ്പോകാതിരിക്കട്ടെ. മറ്റുള്ളവരുടെ നന്മകളെ അംഗീകരിക്കാൻ, ആ നന്മകളെ ഓർത്ത് സന്തോഷിക്കാൻ, എന്നാലാകുന്ന വിധം അവയെ പ്രോത്സാഹിപ്പിക്കാൻ ഉള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ ആരാധന, യേശുവേ ആരാധന. നന്മയാൽ നിറയാൻ കൃപയേകണേ, അസൂയ വെറുത്തുപേക്ഷിച്ചിടുവാൻ നന്മയാൽ നിറയാൻ കൃപയാകണേ, അസൂയ വെറുത്തുപേക്ഷിച്ചിടാൻ. യേശുവേ 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 ആരാധന, യേശുവേ 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 ആരാധന. പരിശുദ്ധ കന്യകാമറിയമേ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണമേ. പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പവലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ. പ്രിയപ്പെട്ട അമ്മേ, സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ. ഞാൻ അങ്ങേക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ. മറിയമേ, ദിനം പ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ
ഞാൻ ഹേതുവാകട്ടെ. സ്നേഹരാഗം മീട്ടിടും മണിവീണയാണു നീ, സ്നേഹകീർത്തനധാര ചൊരിയും നാദമാ